പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണല്ലോ. ഇന്ത്യയിലെ തന്നെ 25% വരുന്ന വിദ്യാർത്ഥികൾ അവരിതുവരെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി വീണ്ടും സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു സമയമാണിത്. എന്നാണ് ഈ സമയത്ത് നമുക്ക് ടോട്ടൽ വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് തോന്നുന്നു. എന്താണ് റമീസിൻ്റെ അഭിപ്രായം? ഈ വിദ്യാർത്ഥി എന്നുള്ളതേ ഈ അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ വിദ്യാർത്ഥി എന്ന മനുഷ്യനെ കുറിച്ചായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ചർച്ചയാക്കേണ്ടത് തോന്നുന്നു. അപ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുട്ടികൾക്ക് മിക്ക കാര്യങ്ങളിലും റോളില്ലല്ലോ. ഇപ്പോൾ സാധാരണ ഇങ്ങനെ തമാശക്കൊക്കെ പറയാറുണ്ട്, സ്വന്തം പേരിടുന്നതിൽ പോലും അയാൾക്ക് റോളില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5 വയസ്സാകുമ്പോഴായിരിക്കും ഈ അടിസ്ഥാന വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കുന്നത്. ചേർക്കപ്പെടുന്ന സ്കൂളോ അല്ലെങ്കിൽ ഇരിക്കുന്ന ക്ലാസ് മുറിയോ കിട്ടുന്ന ടീച്ചറോ ഇതൊക്കെ ആ കുട്ടിയെ ഷെയ്പ്പ് ചെയ്യുന്നതിലും അയാളുടെ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലൊന്നും ആ കുട്ടിക്ക് ഓൾറെഡി റോള് കിട്ടുന്നില്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം ചെറുപ്പം തൊട്ടുണ്ട് എന്നൊക്കെ. ഇവിടെ തന്നെ ഈ പല സ്കൂളുകളിൽ ചേർക്കപ്പെടുമ്പോൾ, ഗവൺമെൻറ് സംവിധാനത്തിൽ തന്നെ പല സ്കൂളിൽ ചേർക്കപ്പെടുമ്പോൾ ഒരു ഇനീക്വാലിറ്റി സംഭവിക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG UKG മുതൽ തന്നെ ഇത് കിട്ടുന്നവരുണ്ട്, കിട്ടപ്പെടാത്തവരുണ്ട്. ഒരു വ്യാപകാർത്ഥത്തിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും സ്കൂളുകളിൽ പോകാത്ത കുട്ടികളുണ്ട്. അതൊരു ഭാഗം. കേരളത്തിലെ സാഹചര്യത്തിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ പോലും ഇവിടെയും ഇനീക്വാലിറ്റി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളിങ്ങനെ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചെറിയ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പോലും ഇനീക്വാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മിഥുലാജിന് എന്താ പറയാൻ പറ്റുക? അല്ല, നമ്മൾ എത്രത്തോളം നമ്മളിങ്ങനെ കുട്ടികളുടെ ചോയ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവിടെ നമുക്കൊരു ആൾട്ടർനേറ്റീവായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. നമുക്കിപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമുക്കൊരു ആൾട്ടർനേറ്റീവ് വെക്കാനില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് വേറൊന്നും അവിടെ ഒരു ഓപ്ഷനായിട്ട് പറയാനില്ല. അപ്പോൾ ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മളുള്ളത്. അതിന് ആവശ്യമുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ്, മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിലൊരു മാറ്റം ആവശ്യമില്ല തോന്നുന്നു അല്ലേ? ആവശ്യമില്ല എന്നല്ല, മാറ്റങ്ങൾ ആവശ്യമുണ്ട്. എന്തായാലും കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ടാവും. എന്നാൽ പോലും നമുക്ക് സിസ്റ്റങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് കൊടുക്കാനുണ്ടാവില്ല എന്നുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ലല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളല്ല യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ പ്രക്രിയ ഡിസൈൻ ചെയ്യുന്നത് കുട്ടികളല്ല, പിന്നെ ആരാണ്? ആ സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് പ്രാഥമിക സ്റ്റാർട്ടിങ്ങിൽ ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസങ്ങൾ അയാൾക്ക് കിട്ടുന്ന ഇവിടുന്ന് അയാളുടെ ഉമ്മയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഉപ്പയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ തൊട്ട് അയാളുടെ കൂടെ നിൽക്കുന്ന നിയർ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന്, സൊസൈറ്റീൻ്റെ അടുത്തുനിന്ന് അയാൾ സ്വാഭാവികമായിട്ടും വായിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങൾ, കാണുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആ കുട്ടിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്കൂളിംഗ് പ്രക്രിയ എന്ന് പറയുന്ന സാധനത്തിലേക്ക് കടക്കുമ്പോഴാണ് പിന്നെ കുറച്ചും കൂടി ഗവൺമെൻറ്റിനൊക്കെ റോള് വരുന്നത് എന്ന് പറയാം. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അയാൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൽ എന്തുണ്ട്, വിവേചനങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലമേ അല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. അതിപ്പോൾ ഓരോ ക്ലാസ്സിലും ഇപ്പോൾ നമ്മളിങ്ങനെ കാലോചിതമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. ക്ലാസ് റൂമിൽ എണ്ണം കുറക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഓരോ ക്ലാസ്സിലും ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരുപോലെ കണ്ടൻറ്റ് ഡെലിവർ ചെയ്യാൻ ടീച്ചർക്ക് കഴിയണം. അതുപോലെ തന്നെ അത് കുട്ടികൾക്ക് ഒരുപോലെ കിട്ടണമെങ്കിൽ ക്ലാസ് റൂമിൽ എണ്ണം കുറക്കുക എന്നുള്ളത് താരതമ്യേന കുറച്ച് വരുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമായിട്ട് ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ LP ഒക്കെ കഴിഞ്ഞ് UP എത്തുമ്പോൾ കുട്ടികളൊന്നും കൂടെ പരീക്ഷയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ പ്രക്രിയ തന്നെ നോക്കൂ. എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഓരോ സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ കയറി പോരുന്നു. അതായത് LKG UKG ഇങ്ങനെ പോരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ LKGയിൽ നിന്ന് UKGയിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു പരീക്ഷ നടക്കും. അതിൻ്റെ പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇങ്ങനെ ഈ ഓരോ പരീക്ഷയെ കേന്ദ്രീകരിച്ച് ആ പരീക്ഷയിലെ റിസൾട്ട് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠന അതാണ് അവരുടെ ആ ടോട്ടൽ ഒരു വർഷത്തെ ടോട്ടൽ ആ കുട്ടിയുടെ പഠനത്തിൻ്റെ റിസൾട്ട് എവിടേക്കാണ്, അയാൾക്ക് എന്ത് മാർക്ക് ആ പേപ്പറിൽ കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവുന്നൊരു കാര്യമുണ്ട്. എന്താണ് ടോട്ടൽ ഈ ഓരോ പരീക്ഷയും ഇങ്ങനെ ഹേർഡിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഹേർഡിൽസ് ചാടി അവന് 10-25 കൊല്ലം
വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഇങ്ങനെ കടന്നുപോയി എന്ന് കൂട്ടാം. ഈ 25 വർഷം ഒരേപോലെയാണോ എല്ലാ വിദ്യാർത്ഥിക്കും, അല്ലെങ്കിൽ എല്ലാവരും ഐക്യം ഒരേതായിരിക്കുമോ? അല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും 25 വർഷം ഇതേ വിദ്യാഭ്യാസം നേടാൻ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ടോട്ടൽ സംവിധാനത്തിൽ തന്നെ വ്യക്തി കേന്ദ്രീകൃത അല്ലെങ്കിൽ വ്യക്തിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകണം എന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും കൂടി ഒറ്റ അച്ചിൽ വാർക്കുന്ന വിദ്യാർത്ഥി സമൂഹമാണ് ഏകദേശം 30% അല്ലെങ്കിൽ 25 to 30% വരുന്ന വിദ്യാർത്ഥി സമൂഹം ഒരേ സമയത്ത് കടന്നു പോകുന്ന ഏകദേശം ഒരേ അച്ചിൽ വാർക്കപ്പെട്ട എന്ന് പറയാം. പിന്നെയും ഉണ്ടാവും ഒരു ഡിഗ്രി ലെവലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ +2 ലെവലിലേക്ക് എത്തുമ്പോഴേക്കും പിന്നെ മാറി. എന്നാലും ആദ്യത്തെ 10 വർഷം അല്ലെങ്കിൽ 12 വർഷം LKG UKG കൂടി ഉണ്ടെങ്കിൽ 12 വർഷം അവർ പഠിക്കേണ്ടത് ഒരേ അച്ചിലാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ലെ, നേരത്തെ പറഞ്ഞ ഈ ഫൈനൽ എക്സാമിലെ മാർക്ക് മാത്രം പരിഗണിക്കുക എന്നുള്ളതായിരുന്നു മുൻപത്തൊക്കെ സിസ്റ്റം. അതിനിപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ മാറ്റം വരുന്നുണ്ട്, ഇല്ലാന്ന് തീരെ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, സി മാർക്ക്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എക്സാംസ്, പ്രാക്ടിക്കൽ വർക്കുകൾ, ആക്ടിവിറ്റികൾ, ഇതിനൊക്കെ മാർക്ക് നൽകിയിട്ട് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ ഇടക്കാലത്ത് സംഭവിച്ചൊരു കാര്യം, ഈ ഓൾ പ്രൊമോഷൻ കേരളത്തിൽ കൊണ്ടുവന്നല്ലോ. അതിനുശേഷം ഭയങ്കരമായ പ്രശ്നങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അക്ഷരം മലയാളത്തിലാണെങ്കിലോ ഇംഗ്ലീഷിലാണെങ്കിലോ എഴുതാൻ പറ്റാത്ത, ഒരു ഗണ്ണിക പോലും മലയാളത്തിൽ വായിക്കാൻ പോലും പറ്റാത്ത, ഇംഗ്ലീഷിൻ്റെ അവസ്ഥ പറയേണ്ടതില്ല, ഇങ്ങനെയുള്ള കുട്ടികൾ വ്യാപകമായിട്ടുണ്ട്. അത് വീണ്ടും നമ്മളൊരു പുനർവിചിന്തനത്തിലേക്ക് വന്നു. 8ാം ക്ലാസ് വരെ ആയിരുന്നു ഈ ഒരു ഓൾ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഇതടുത്ത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. 8ാം ക്ലാസ്സിലെ കുട്ടികളെ എക്സാമിനിരുത്തി ലക്ഷക്കണക്കിന് പേര്, 2.5 ലക്ഷം കുട്ടികൾ. അപ്പം ആ ഒരു 8 വർഷം അവർ നേടിയ വിദ്യാഭ്യാസത്തിൽ അവർക്ക് ആ ഒരു പരീക്ഷ അവർക്ക് കിടക്കാൻ കഴിയുന്നില്ല. അപ്പം ടോട്ടലി നമ്മുടെ പരീക്ഷാ സിസ്റ്റത്തിൻ്റെ മാത്രം പരാജയം എന്ന് പറയുന്നതിന് പകരം ആ ഒരു ടോട്ടൽ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അവിടെ ഫെയിൽ ആവുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഓരോ കൺസെപ്റ്റുകളും നമ്മളിപ്പം കുട്ടികളെ ജയിപ്പിച്ച് വിടുക, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക അവർക്കുള്ള ഒരു പുരോഗമനോ എൻഹാൻസ്മെൻറ്റോ ഒന്നും അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ പഠനത്തിലോ ഒന്നും പുരോഗതിയൊന്നും ഇല്ലാതെ അവരിങ്ങനെ ജയിപ്പിച്ചു വിടുന്നു. എന്നിട്ട് നമ്മളെ കിട്ടുന്ന റിസൾട്ട് എന്താണ്? നമ്മൾ അവസാനം ഇവിടെ പ്രൊഡക്റ്റായിട്ട് വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ എന്താ പറയുക ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അത്രയും ഇയേഴ്സ് വേസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ അവരുടെ ടൈം വേസ്റ്റ് ആവുന്നു എന്നുള്ള ഒരു സാധനമുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെ അളക്കുന്നത്? നമ്മൾ പോലും അതിൻ്റെ ഒരു അടിമയാണോ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ അളക്കുന്നത് പോലും ഈ ഒരു സംവിധാനം വെച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഈ പരീക്ഷാ സംവിധാനങ്ങളിൽ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരുടെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാണ് നിലവിലെ സംവിധാനം. പക്ഷേ അങ്ങനെ മാത്രമാണോ അളക്കേണ്ടത്? ഈ തോൽക്കുന്ന വിദ്യാർത്ഥിയും അയാൾ ജീവിക്കുന്നുണ്ടാവും, അതെങ്ങനെയെന്നുള്ളതും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. മീൻസ് ഈ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഇതൊക്കെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്ര മാർക്കിൻ്റെ മുകളിൽ കിട്ടിയ ആളുകൾ മാത്രം മീൻസ് ഈ പ്രക്രിയയിൽ നിന്നിട്ട് പുറത്തു വരുന്ന ഗുഡ് പ്രൊഡക്റ്റും ബാക്കിയുള്ളതൊക്കെ എന്താണ് ഡാമേജ്ഡ് പ്രൊഡക്ട്സ് ഒന്നും പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊക്കെ ഈ ടോട്ടൽ വിദ്യാഭ്യാസ പ്രക്രിയ അയാളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ എൻഹാൻസ്മെൻറ്റുകൾ കൊടുക്കുന്നു. പരീക്ഷയിലെ മാർക്കുകൾ പിന്നെ അത് കുറവോ കൂടുതലോ ആവട്ടെ, ഇതായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത്. എക്സാമിനേഷന് പ്രസക്തി ഇല്ല എന്നുള്ള പറഞ്ഞതിലുള്ള അല്ലെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കുന്നതിലേക്കൊക്കെ ആദ്യത്തിൽ അവരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെയൊക്കെ അതേ സമയത്ത് ആ കൊണ്ടുവന്നത് സതുദ്ദേശപരമായിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പാരലലി വർക്ക് ചെയ്യേണ്ടിയിരുന്ന ഈ എൻഹാൻസ്മെൻറ്റ് മീൻസ് ഒരു കുട്ടിയുടെ ടോട്ടൽ വിദ്യാഭ്യാസത്തെ ഞാൻ പറയുന്നത് അതിൽ എന്താണ് അല്ലെങ്കിൽ അയാളുടെ വളർച്ചയിൽ പാരലലി വർക്ക് ചെയ്യേണ്ടിയിരുന്ന വേറെ കുറേ സംവിധാനങ്ങളെ സെറ്റ് ചെയ്യേണ്ടിയിരുന്നു. അതിനുപകരിക്കുന്ന ഒരു കരിക്കുലം, എന്തെങ്കിലും മാറ്റങ്ങൾ സ്കില്ലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അങ്ങനത്തെ ഒരു കരിക്കുലം മിസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യാതെ ജസ്റ്റ് എക്സാം അങ്ങോട്ട് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്താ ഭയങ്കര വിപ്ലവങ്ങൾ ഉണ്ടാവുമെന്ന് ഗവൺമെന്റ് വിചാരിച്ചു പോയോ എന്നൊരു സംശയം. ഒന്ന് വേഗത്തിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എക്സാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ എങ്ങനെയാണ് 8 വർഷം പഠിച്ചൊരു കുട്ടിക്ക് ഈ എഴുതാൻ പോലും അറിയാതിരിക്കുക? അപ്പോൾ അവിടെ വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ മാത്രം ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഒന്നുകിൽ ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അവിടെയുള്ള ഇതിന് നിയോഗിക്കപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. അപ്പം ചില വിദ്യാർത്ഥികൾ അവർക്ക് വായിക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ എഴുതാൻ അറിയുന്നില്ല. അത്രയും വർഷങ്ങൾ അവരിതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണല്ലോ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ 8 വർഷം അല്ലെങ്കിൽ 8 ഇപ്പോൾ LKG തൊട്ട് തുടങ്ങുന്നുണ്ടല്ലോ, 10 വർഷം പഠിച്ചിട്ട് മലയാളം എഴുതാൻ അറിയുന്നില്ല. ഇതിൽ സിസ്റ്റത്തിൻ്റെ പരാജയം കൂടെ ഉണ്ടാവും. അത് ചിലപ്പോൾ 1-2 സ്കൂളുകളിലല്ല, കേരളത്തിൽ വ്യാപകമായിട്ട് ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ A+ നേടുന്ന കുട്ടികൾക്കടക്കമാണ് ഈ പ്രശ്നം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് എത്ര ശതമാനം വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ എഴുതാൻ അറിയുന്നുണ്ടാവില്ല? അതൊരു കൃത്യമായ ഡാറ്റ എന്നാൽ ഒരു ഗസ്സിങ് പറയാലോ. എങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ, തൊട്ട് മുന്നത്തെ വർഷം 40,000-ഓളം കുട്ടികൾക്കൊക്കെ A+ വന്ന ആ ഒരു വർഷത്തെ കോവിഡ് കാലത്ത് ഓൾറെഡി ഫോക്കസ് ഏരിയയിലേക്ക് കൊണ്ടുവന്നു. തൊട്ടടുത്ത വർഷം A+ൻ്റെ എണ്ണം 1,20,000 ആണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം എനിക്ക് വേണ്ടി പറയാൻ പറ്റുള്ളൂ. A+ൻ്റെ എണ്ണം 1,20,000, 3 ഇരട്ടിയിലേക്ക് A+ തന്നെ മാറി. അപ്പോൾ ആ കുട്ടികളൊക്കെ ആയിരിക്കും +2 ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ടാവുക. കോവിഡ് കാലമാണോ ഇതൊക്കെ തകർത്തത്? എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, മുൻപും കോവിഡ് കാലത്തിന് മുമ്പും ഈ അവസ്ഥയുണ്ട്. ഓൾ പ്രൊമോഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഒരു അധ്യാപകൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നാണോ? അതിപ്പം ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. തെറ്റായ തീരുമാനം എന്നുള്ളതല്ല, അത് എന്താ പറയാ, എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ പ്രായോഗികമായി എന്നുള്ളിടത്താണ്. പ്രായോഗികതയിൽ എന്തായാലും പിഴവുണ്ടായി എന്നുള്ളതാണ്. അത് അധ്യാപകർക്കാണോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനാണോ അതിൽ കൂടുതൽ ഉത്തരവാദിയായിട്ട് തോന്നേണ്ടത്? എനിക്ക് തോന്നുന്നത് പിന്നെ സർക്കാരിന്റെ പോളിസിയിൽ തെറ്റൊന്നുമില്ല. സർക്കാർ ആവശ്യമായിട്ട് സമിതിയെ നിശ്ചയിക്കുന്നുണ്ട്, ഓരോ ഘട്ടത്തിലും ഇതിന് പരിഹാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്നാൽ ഇംപ്ലിമെൻറ്റേഷനിൽ ചില സ്കൂളുകളിലോ അല്ലെങ്കിൽ ചില സ്കൂളെന്ന് പറയാൻ പറ്റുമോ, പൊതുവിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, എവിടെയാണ് പ്രശ്നം ശരിക്ക്? അത് അധ്യാപകന്മാർക്കാണോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനത്തിനാണോ? ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപകന്മാർക്ക് പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അധ്യാപകന്മാർക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റൈലിലുള്ള പ്രശ്നം തന്നെയാണ്. അതായത് അത് അധ്യാപകർ എന്ന ഗ്രൂപ്പിനെ അടച്ചാക്ഷേപിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നാട്ടിൽ ഇത്ര വരെയും കഴിഞ്ഞ നാളുകൾ ഇത്രയും ഈ നാട്ടിൽ വിദ്യാഭ്യാസ വിചക്ഷണരുണ്ടായത്, നാട്ടിൽ ക്വാളിറ്റിയുള്ള പ്രൊഫഷണൽസ് പുറത്തിറങ്ങിയതൊക്കെ ഇതേ അധ്യാപകരുടെ കീഴിൽ തന്നെയാണ്. പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടൊക്കെ സംഭവിക്കണം. അല്ല, അങ്ങനെയല്ല. അതായത് സംവിധാനത്തിൻ്റെ ടോട്ടലി ഒരു 100% റിസൾട്ട് വരേണ്ടടുത്ത് 90% റിസൾട്ട് തന്നിട്ടുണ്ട് എങ്കിൽ 90% റിസൾട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 10% വരുന്ന നഷ്ടത്തെ ഇല്ലാതാവില്ലല്ലോ. ഞാൻ പറയുന്നത് ആ പോയിന്റിൽ എനിക്ക് തോന്നിയ കാര്യം, ഇപ്പോൾ ഒന്നുകിൽ ഗവൺമെൻറ് സ്കൂളുകളാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ PSC നിയമനത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ, പാളിച്ചകളുണ്ടോ നോക്കണം. ഇനി അതല്ല, എയ്ഡഡ് സ്കൂളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അവിടെ കൃത്യമായ ക്വാളിറ്റി ചെക്കിംഗ് ഇല്ലാതെ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് എന്നോടൊരാൾ പങ്കുവെക്കുകയുണ്ടായി, എനിക്കവിടെ സീറ്റ് റെഡിയാണ്, പൈസ കൊടുക്കാനുണ്ടായിരുന്നു, 40 ലക്ഷം കൊടുക്കാനുണ്ടായാൽ ഞാനവിടെ അധ്യാപകനാണ്, പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. ഓക്കെ, ഇവിടെ ഒരു PSC അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാമുകൾ പാസ്സായിട്ട് അഡ്മിഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുന്ന അധ്യാപകന്മാർക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി മീൻസ് അയാൾക്ക് ജസ്റ്റ് ജോലി കയറിയാൽ മതി. അവിടെ നിന്ന് അങ്ങോട്ട് അയാൾ എന്ത് ചെയ്യുന്നു എന്നത് യഥാർത്ഥത്തിൽ അയാളെ ജോലിയെ എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അതേസമയത്ത് ഒരു എയ്ഡഡ് സ്ഥാപനമാണെങ്കിൽ അയാൾ അവിടെ മീൻസ് വേണ്ടത്ര കുട്ടികളില്ല എങ്കിൽ അവിടെ ഒരു ബാച്ച് മിസ്സാവും, ഒരു അധ്യാപകന് ജോലി നഷ്ടമാവും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നത്. കുറച്ചും കൂടെ ഓരോരുത്തർക്കും സേഫ്റ്റി മീൻസ് ഇവിടുന്ന് എൻ്റെ ജോലി എപ്പോഴെങ്കിലും എഫക്റ്റ് ചെയ്യും, ഞാൻ വൃത്തിക്ക് പണിയെടുത്തിട്ടില്ല എങ്കിൽ എന്ന് തോന്നുന്നത് ആർക്ക് മാത്രമാണ്? അത് ഒന്നുകിൽ എയ്ഡഡ് അധ്യാപകന്മാരാണെങ്കിൽ കുറച്ചെങ്കിലും 1%, അതിനേക്കാളും പ്രൈവറ്റ് അധ്യാപകന്മാരാണെങ്കിൽ കൂടുതൽ അയാളുടെ ജോലി എപ്പോഴും പ്രശ്നത്തിലാണ് എന്നുള്ളൊരു ഫീൽ. അയാൾ എപ്പോഴും പണിയെടുക്കാൻ വേണ്ടി നിർബന്ധിതനായിരിക്കും. പണിയെടുക്കാൻ മീൻസ് അയാൾ മികച്ച റിസൾട്ട് കൊടുക്കാൻ അയാൾ എപ്പോഴും അയാളുടെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അയാൾ കുട്ടികൾക്കാണ് ഏറ്റവും നല്ല രൂപത്തിൽ അയാൾ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കും. എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇതിലെന്ന് പറയാനുള്ളത്? അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലിപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുരോഗതി എന്നുള്ളൊരു സംഭവത്തിൽ നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് റിസൾട്ട്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ വർഷത്തെ +2 റിസൾട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മലബാർ റീജിയനിൽ തന്നെ കുറേ സ്കൂളുകളിൽ 400 കുട്ടികൾ എക്സാം എഴുതിയെടുത്ത് അതിൽ 300 കുട്ടികൾ വരെ പരാജയപ്പെടുന്ന +2 റിസൾട്ട്സ് ആണെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ 300 കുട്ടികൾ പരാജയപ്പെടുന്നു. അതുപോലെ ഏകദേശം 200-നടുത്ത് കുട്ടികൾ എക്സാം എഴുതിയതിൽ 30 കുട്ടികൾ മാത്രം ജയിക്കുന്നു. അങ്ങനെയൊക്കെ തീർത്തും ഈ ഒരു എന്താ പറയുക, കുട്ടികൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് +2 അല്ലെങ്കിൽ +2 നമ്മളെ ഈ പൊതുപരീക്ഷയൊക്കെ
എഴുതിയിട്ട് ജയിക്കാനുള്ളൊരു മാർക്ക് നേടുക എന്നുള്ളത് ഒരു വലിയ കടമ്പെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്രയും സുതാര്യമാക്കപ്പെട്ട ഫോക്കസ് ഏരിയയെല്ലാം വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കുട്ടികൾക്ക് മേലുള്ള ഈ ഒരു എക്സാമിൻ്റെ ഒരു സമ്മർദ്ദവും ആ ഒരു പ്രഷറെല്ലാം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന ഈ ഒരു സമയത്ത് പോലും ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആവശ്യമായ ഒരു എന്താ പറയുക വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ അവർക്ക് സഹായമാകുന്ന കോലത്തിൽ അധ്യാപകർ ഇടപെടുന്നില്ല എന്നൊരു പ്രശ്നം ഗവൺമെന്റിന്റെ പണിയെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ്. ഈ മോശം റിസൾട്ട് തരുന്ന സ്കൂളുകൾ, മോശം റിസൾട്ട് മീൻസ് അത് ക്വാണ്ടിറ്റേറ്റീവ് പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, തരുന്ന സ്കൂളുകളിലെ അധ്യാപകന്മാർ വേണ്ടത്ര പണിയെടുക്കുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അതൊരു പോളിസിയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. അപ്പം അധ്യാപകർ എന്നുള്ളത് വ്യക്തികളാണല്ലോ, അപ്പോൾ അതിൽ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അല്ല, ഈ പോളിസിയിൽ നിന്ന് രണ്ട് പോളിസി ഞാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, നിയമനത്തിൽ പ്രശ്നങ്ങളുണ്ടോ, അത് വലിയ പാളിച്ച തന്നെ ആയിരിക്കും. ഇവാലുവേഷനും പ്രധാനം തന്നെയാണ്. അതിനേക്കാൾ വലിയ അപ്പുറത്ത് പ്രശ്നം ഈ ഹയർ സെക്കൻഡറിയുടെ കേസ് മിഥിലാജ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഹയർ സെക്കൻഡറിയിലൊക്കെ സീറ്റിന് എണ്ണം എത്രയാണ്? ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 65-70 കുട്ടികളാണ് ഒരു ക്ലാസ്സിലിരിക്കുന്നത്. ഇവരെ എത്ര ക്വാളിറ്റിയുള്ള അധ്യാപകരും ഇപ്പോൾ നമ്മളെ പോളിസി പ്രകാരം ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ സംഭവിക്കണമെങ്കിൽ 20-25 കുട്ടികളാണ് ഒരു ക്ലാസ്. 1:30 ആണ് അതിൻ്റെ റേഷ്യോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ അത് സംഭവിക്കാതെ 65-70 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ, അതിൽ തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റ് യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് കൊമേഴ്സ് സയൻസ് പോലെയുള്ള ക്ലാസ്സുകളൊക്കെ കുട്ടികൾ കണ്ടിട്ടായിരിക്കും അവർ ക്ലാസ്സിലേക്കും വരുന്നത്. ഇവർ അധ്യാപനം നടത്തുന്ന ടീച്ചേഴ്സ് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പൊതുവിൽ അധ്യാപകരെ അടച്ചാക്ഷേപിക്കണമെന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതേ റേഷ്യോയിൽ നടക്കുന്ന തന്നെ സ്കൂളുകളിൽ തന്നെയും കൂടുതൽ നല്ല റിസൾട്ടുകൾ തരുന്ന ബഹുഭൂരിപക്ഷം സ്കൂളുകൾ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം വരുന്ന, അതേപോലെ നല്ലൊരു ശതമാനം വരുന്ന റിസൾട്ടുകൾ കുറയുന്ന സ്കൂളുകൾ ടോട്ടൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതലും എയ്ഡഡ് സ്കൂളിനേക്കാളും കൂടുതൽ ഗവൺമെൻറ് സ്കൂളുകളായിരിക്കും എന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം അവർക്ക് അവിടെ മൂല്യനിർണ്ണയത്തിന് മീൻസ് വിദ്യാഭ്യാസ പ്രക്രിയയുടെ മൂല്യനിർണ്ണയത്തിന് ഒരു പ്രാധാന്യം ഇല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഒക്കെ സർക്കാർ നൽകുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് റാസി പറഞ്ഞതെന്ന് തോന്നിയ കാര്യം, ഒന്നും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്ഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇവരെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ടീച്ചേഴ്സിന് ഇപ്പോൾ വൺസ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സേഫാണ്, ഞാൻ ഇനി ഒരു 30 വർഷത്തേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ ജോലി അവിടെ ഉണ്ടാവും. ഇതാണ് പ്രൈവറ്റ് സെക്ടറിനെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ കാര്യം കൂടെ ഗവൺമെൻറ് തലത്തിൽ പോളിസിയിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചോദിക്കട്ടെ, ജോലിക്ക് കയറി അവിടുന്ന് അങ്ങോട്ട് പേരിന് ഒപ്പിടാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയി ഒരു റിസൾട്ട് പോലും അവിടെ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാതെ പോരുന്ന അധ്യാപകനെ നോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു പ്രക്രിയയിൽ നിന്ന് അവരെ പുറന്തള്ളാനോ എന്തെങ്കിലും ഓപ്ഷൻസ് ഗവൺമെൻറ് സംവിധാനത്തിൽ ഉണ്ടോ? ഇതൊരു സർക്കാർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ പരാജയമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് പരാജയമായിട്ട് വരികയല്ലോ. നമ്മളിപ്പം എത്ര ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ എത്ര കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിലും അതേ സമയത്ത് വേറൊരാൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്പിട്ട് പോകുന്നത്, അല്ലെങ്കിൽ വൃത്തിക്ക് സിലബസ് കവർ ചെയ്യാത്ത, അല്ലെങ്കിൽ ആവശ്യമായത് കൺവേ ചെയ്യാത്ത ആ ഒരു ടീച്ചർക്കും ഒരേ തരത്തിലുള്ള സാലറി ഇവിടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരേ ക്വാളിറ്റി ആണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഒന്നാണെങ്കിൽ ഒരേ തരത്തിലുള്ള സാലറി കൊടുക്കുന്നുണ്ട്, വേറെ സാലറി കട്ടാവുന്നില്ല. വേറെ അവരെ ഈ ഒരു ആകെ മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനിയോറിറ്റി മാത്രം, അവരുടെ ആ ജോലിക്ക് അവരൊരു തടസ്സമോ അല്ലെങ്കിൽ ഈ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയൊന്നും അവർക്കില്ല. പകരം അവർ ക്വാളിറ്റി എൻഹാൻസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അങ്ങനത്തെ ഒരു ടീമിനെയൊക്കെ കൊണ്ടുവന്നിട്ട് സർക്കാർ തലത്തിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ എന്താ പറയുക, എൻ്റെ സാലറി നാളെ കട്ടായി പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ടീച്ചേഴ്സും പണിയെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൊതുവിൽ ഈ 10ാം ക്ലാസ് വരെയുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത്. ഇതിലിപ്പോൾ തുല്യത എപ്പോഴും ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാകുന്നത്. അഥവാ വിദ്യാഭ്യാസമൊക്കെ സാർവത്രികമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപോലെ കുട്ടികളിലേക്ക് ഇത് എത്തുന്നില്ല. അതിന് പല പോളിസി പ്രശ്നങ്ങളുണ്ട്. ഇനി ഒറ്റപ്പെട്ട ചില അധ്യാപകരുടെയും പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാവാം. ഇനി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വന്നാൽ എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി മുതൽ തന്നെ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ വിജയ ശതമാനം നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ഈ ഒരു പ്രശ്നം മാത്രമാണോ, ഈ രണ്ട് പ്രശ്നങ്ങൾ? ഒന്ന്, പോളിസിയിലെ 65 കുട്ടികൾ ക്ലാസ്സിലിരിക്കണം, സീറ്റ് വർധനവ് എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ? അതേപോലെ അധ്യാപകരുടെ പ്രശ്നങ്ങളുണ്ടോ? ഇനി ഈ ഇൻറ്റേർണൽ മാർക്ക് എന്നുള്ളത് ഒന്നും കൂടെ സീരിയസ് ആയിട്ട് വരുന്ന സമയമാണ്. ഇതും കൂടെ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്താണ് NEP ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിൽ പറയാനുള്ളത്?
ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കേരള സാഹചര്യത്തിലും ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ നോക്കുകയാണെങ്കിൽ NEP ഉണ്ട്. അപ്പം NEP 2020 പോളിസിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് പ്രത്യേകിച്ചും അതൊരു പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ്, ഒരു സാഹചര്യം ഉണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് പ്രത്യേകിച്ചും ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ. അപ്പം അതിലേക്ക് നമ്മൾ ഈ NEP പോളിസി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരീക്ഷയുടെ ഒരു സമ്മർദ്ദങ്ങൾ, അപ്പം ആ ഒരു സംഭവം നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ള ഒരു മാർക്കിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 75-25 മാർക്കൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണൽ മാർക്കും നമ്മൾ എക്സ്റ്റേണൽ മാർക്കൊക്കെ തമ്മിലുള്ള ഒരു റേഷ്യോ. അപ്പം അതേസമയം ഈ ഒരു NEPയിൽ വരുമ്പോൾ അത് ഏകദേശം 40-50% മാർക്ക് വരെ ഇൻറ്റേർണൽ മാർക്കായിട്ടും ബാക്കി മാർക്ക് നമ്മൾ എക്സ്റ്റേണൽ മാർക്കായിട്ടുമാണ് വരുന്നത്. അഥവാ ഇപ്പോൾ 150 ഒരു എക്സാം ആണെങ്കിൽ ഒരു 80 മാർക്ക് 75-80 മാർക്കിൻ്റെ അടുത്ത് നമുക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ട് കിട്ടും. അപ്പം അത്രയും ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മേലൊരു ഡോമിനൻസ് വരികയാണ്. ഇവിടെ കുട്ടി പഠിച്ച് മാർക്ക് നേടുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു പക്ഷേ ആ ടീച്ചർ ആ കുട്ടിക്ക് നൽകുന്നുണ്ടാവും. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ റിബലാവുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ മാർക്ക് കട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അങ്ങനെ ചോദ്യങ്ങളെല്ലാം നിശബ്ദമായി പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഇൻട്രാക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും ഇത് ഡിഗ്രി ലെവലാണ് ഈ ഒരു NEP പോളിസി ഇപ്പം നിലവിൽ വരുന്നത്. അപ്പം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഓൾറെഡി ഈ NEP വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു NEPയിലെ ഈ ഒരു ഇൻറ്റേർണൽ മാർക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടലി വിദ്യാഭ്യാസ പ്രക്രിയ ഗുണം ചെയ്യും എന്നാണോ വിശ്വസിക്കുന്നത്, അതോ അത് ഗുണം ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് വന്നത്. അതായത് ഡിഗ്രി 4 ഇയറായി, ഈ 4 ഇയറിന് നമ്മൾ PGയിലേക്ക് നേരെ 1 ഇയർ PG ചെയ്യുന്നു, പിന്നെ നേരെ PhDയിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എഡ്യൂക്കേഷനെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്വാളിറ്റി ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ടോട്ടലി നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുള്ള ഉറപ്പാണ്. ഒരു കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഇല്ലാതെ ഇത് പ്രാക്ടിക്കലി അർത്ഥമില്ലാത്തതെന്നുള്ളതാണ് വിരാജ് പറഞ്ഞത് അല്ലേ? എന്നാൽ NEP പറയുകയാണ്, NEPയുടെ എല്ലാ പോളിസിയും നടപ്പിലാക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ ഓരോ കുട്ടിക്കനുസരിച്ച് മാർക്കുകൾ നൽകുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അവിടെ ഈ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിൽ നല്ല പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഡിഗ്രി സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻറ്റേൺഷിപ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ റെസ്യൂമെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കോ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ ഇടപെടുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മുടെ അറ്റൻഡൻസിനെ അത് എഫക്റ്റ് ചെയ്യും, നമ്മുടെ പ്രാക്ടിക്കൽസിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ കോ കരിക്കുലറായിട്ട് നമ്മുടെ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം അത് ഇവിടെ ടീച്ചർ എന്താ കാണുന്നത്, നമ്മൾ ക്ലാസ്സിൽ വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നില്ല, അങ്ങനെ നമ്മുടെ മാർക്സ് കട്ട് ചെയ്യാണ്, അതുപോലെ ഇൻറ്റേർണൽസ് കട്ട് ചെയ്യാണ്. അങ്ങനെ ചില സമയത്ത് നമ്മളെ ഫൈനൽ എക്സാം എഴുതാൻ സമ്മതിക്കാത്ത സാഹചര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നോക്കി ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ തളച്ചിട്ടയിൽ പഠിക്കേണ്ടി വരുമെന്നാണോ? ടീച്ചേഴ്സ് കൂടുതലായിട്ട് സ്റ്റുഡൻസിൻ്റെ മേലെ ഡോമിനൻസ് ആവുന്നു, അതുപോലെ അവർ പ്രഷറൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. ഈ പ്രൈമറി തലം മുതൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഉന്നത വിദ്യാഭ്യാസ തലം വരെ വിദ്യാർത്ഥി എന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വിവിധങ്ങളായ ഘട്ടങ്ങളിലുള്ള സമ്മർദ്ദങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ കുറേ നടന്ന കോലാഹലങ്ങളായിരുന്നു VC നിയമനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗവൺമെൻറ് സൈഡിൽ നിന്നും അതുപോലെ VCയും സൈഡിൽ നിന്നൊക്കെ ആയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത് ടോട്ടലി നമ്മുടെ എങ്ങനെയൊക്കെ പൊളിറ്റിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ടോട്ടലി ബാധിക്കുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡൻസാണ്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അവസാനമായിട്ട് ഇവിടെ എല്ലാം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരായിട്ട് ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ VCയും കേരളത്തിലെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ VC, ഗവർണർ, ചാൻസലർ, വൈസ് ചാൻസലർ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ അക്കാദമികപരമായിട്ട് നമുക്ക് നഷ്ടങ്ങളുണ്ട്, സമയനഷ്ടമുണ്ട്, അതുപോലെ ഇതിനുവേണ്ടി ചിലവഴിക്കുന്ന സാമ്പത്തിക നഷ്ടമുണ്ട്, നമുക്ക് പൊതുസമൂഹത്തിനൊക്കെ ചിലവാക്കേണ്ട അല്ലെങ്കിൽ അക്കാദമികപരമായിട്ടുള്ള നമ്മൾ യൂണിവേഴ്സിറ്റീസിൽ ചിലവാക്കേണ്ട ഫണ്ടുകളൊക്കെ ഇങ്ങനത്തെ ഓരോ പൊളിറ്റിക്കലിയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ വഴിമാറി പോകുമ്പോൾ അതിനെ എല്ലാത്തിലും അവസാന കണ്ണിയായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന അവരായിട്ട് മാറി ഇവിടെ നിൽക്കുന്നത് സ്റ്റുഡൻസ് ആണെന്നുള്ളത്. രാഷ്ട്രീയ തർക്കങ്ങളും അതേപോലെ ചാനലുകാർക്ക് കുറെ ചർച്ചയും ഒക്കെ കിട്ടും എന്നുള്ളതിനപ്പുറത്ത് ഇതിന്റെ ഒക്കെ ബേർഡൻ അനുഭവിക്കുന്നത് അക്കാദമികപരമായിട്ട് നോക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ ഈ സമയങ്ങൾ നഷ്ടപോകുക എന്നുള്ളത് വലിയ കാര്യമാണല്ലോ, ബാധിക്കുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പരീക്ഷ എന്ന് തോന്നുന്നുണ്ട്. ഈ ചർച്ചയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. ഈ പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ച് പല തവണയും ചർച്ച നടന്നിട്ടുണ്ട്. ഒരു വർഷത്തിൽ നടക്കുന്ന ഒരു ഒറ്റ മൂല്യനിർണ്ണയത്തിലാണോ ഒരു കുട്ടിയെ തീരുമാനിക്കേണ്ടത്? ഇപ്പോൾ റാസിക്ക് തുടക്കത്തിൽ ആ കാര്യം പറഞ്ഞല്ലോ.
പരീക്ഷ കുട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരീക്ഷാ സമ്പ്രദായത്തിൽ എന്ത് കാര്യമായ മാറ്റമാണ് ഇനി വരേണ്ടി വരിക? സമ്മർദ്ദം എന്നുള്ള മാത്രം കാഴ്ചപ്പാടിൽ നോക്കുന്നത് സമ്മർദ്ദവും കുട്ടി പഠിക്കേണ്ടതാണ്. അതാണ് എൻ്റെ അഭിപ്രായം ആ വിഷയത്തിൽ. കാരണം കൃത്യമായിട്ടും സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ കുട്ടി സ്ട്രോങ് ആകുന്നുള്ളൂ. ടോട്ടലി ഇങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും നിർത്തി ആലോചിക്കുകയാണെങ്കിൽ കുട്ടിയെ നിർണ്ണയിക്കാൻ ഒരു പരീക്ഷയല്ലാതെ മറ്റെന്ത് സംവിധാനം, അതായത് ഓക്കെ തുടർ മൂല്യനിർണ്ണയങ്ങളുണ്ട്, പക്ഷേ എന്നാൽ കൂടെയും ഇതുവരെയുള്ളതിന് ഒരു ചെക്ക് പോയിന്റിൽ എന്തൊക്കെ സ്കിൽസാണ് ഇതിനിടയിൽ ഏൺ ചെയ്തത് ഒന്ന് നോക്കിയിട്ട് അതിന് മാർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ എന്തോ ഒരു പ്രോസസ്സ് വേണ്ടേ? തീർച്ചയായും ഇങ്ങനെ നമ്മൾ സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്താ പറയുക ഒരു ജീവിതവാക്യം എന്നൊക്കെ പറയാം. എന്നാൽ പോലും ഇവിടെ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുന്ന മാനസികമായിട്ട് അത്ര എന്താ പറയുക ഉറപ്പില്ലാത്ത കുറേ വിദ്യാർത്ഥികൾ എന്താവുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതടുത്തൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു, SSLCയിലെ ഫലം എന്താവുമെന്ന് പേടിച്ചിട്ടൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അവൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ. അങ്ങനെ നമ്മൾ പ്രാക്ടിക്കലി നമ്മളെ സ്കൂൾ ലെവലിലോ നമ്മളെ സ്കൂളുകളിലൊക്കെ ഉള്ള കൗൺസിലിംഗ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി ഈ ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സ്കിൽ പരമായിട്ടോ അല്ലെങ്കിൽ ആളുടെ ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വേറെ കാര്യങ്ങളായിരിക്കും. എന്നാൽ പോലും നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ എഡ്യൂക്കേഷനിൽ അതൊക്കെ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആത്യന്തികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പഠനവും പരീക്ഷയും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ വിദ്യാർത്ഥി എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടോട്ടൽ പ്രക്രിയയിൽ ഒരു തുല്യത നേടാൻ ആർക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ടോട്ടൽ പ്രക്രിയക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരുപക്ഷെ നമ്മുടെ പോളിസിയിൽ തന്നെ സമൂലമായ മാറ്റങ്ങൾ ഒരുപക്ഷെ വേണ്ടി വരും. കാഴ്ചപ്പാടുകളിൽ മാറ്റം വരേണ്ടി വരും. വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കും എഫക്റ്റീവായിട്ടുള്ള മൂല്യനിർണ്ണയങ്ങൾ വേണ്ടി വരും. നമുക്ക് ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ടോട്ടൽ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന ഒരു ഭൂരിപക്ഷ സമയം അവരുടെ ടോട്ടൽ ലൈഫിലെ ഒരു 25 അല്ലെങ്കിൽ 30% കടന്നു പോകുന്ന വിദ്യാർത്ഥി കാലങ്ങളിലൂടെ അല്ലെങ്കിൽ 50% കടന്നു പോകുന്ന വിദ്യാർത്ഥി കാലങ്ങളിലൂടെയാണ്. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ആരൊക്കെയോ ഇവിടെ സംവിധാനിച്ചു വച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെയാണ്. ഇതിൽ നവീകരണങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ മുഴുവൻ ജനതയും കടന്നു പോകുന്ന ഈ സംവിധാനങ്ങളിൽ നവീകരണങ്ങൾ ആവശ്യമുണ്ട്. അതിൽ ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളായിരിക്കാം, അധ്യാപകന്മാരായിരിക്കാം, സംവിധാനങ്ങളായിരിക്കാം, ഗവൺമെൻറ് ആയിരിക്കാം. അത് നമുക്ക് പ്രതീക്ഷിക്കാം.